ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ബഡ്ജറ്റുകളെ പറ്റി PSC സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് PC മഹ്ലനോബിസ് ആണ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ബഡ്ജറ്റുകൾക്ക് എത്ര തരം അക്കൗണ്ടുകളുണ്ടെന്ന് ചോദിച്ചാൽ 2 തരം അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് റവന്യൂ അക്കൗണ്ട്, 2 മൂലധന അക്കൗണ്ട്. നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് റവന്യൂ അക്കൗണ്ടുകൾ. ഗവൺമെൻറ്റിൻ്റെ ആസ്തി, ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് മൂലധന അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റവന്യൂ അക്കൗണ്ട്, മൂലധന അക്കൗണ്ട്, ഇതാണ് 2 തരം അക്കൗണ്ടുകൾ. ഇന്ത്യയിൽ ബഡ്ജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെട്ടി. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് PC മഹ്ലനോബിസ്. ഇടക്കാല ബഡ്ജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഷൺമുഖം ഷെട്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആദ്യ ധനമന്ത്രി CD ദേശ്മുഖാണ്. അപ്പോൾ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ജെയിംസ് വിൽസൺ 1860 ഏപ്രിൽ 7-ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് RK ഷൺമുഖം ഷെട്ടി. 1947 നവംബർ 26-ന് RK ഷൺമുഖം ഷെട്ടിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ ജോൺ മത്തായി ആണ്. 1950 ഫെബ്രുവരി 28-നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ബഡ്ജറ്റ് ജോൺ മത്തായി അവതരിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് പ്രസംഗം നടത്തിയത് ശ്രീ തോമസ് ഐസക്കാണ്. 3 മണിക്കൂർ 18 മിനിറ്റ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയത് EK നയനാർ, 6 മിനിറ്റ്. ഓക്കെ, താങ്ക് യു.